സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. അപ്പം നാളെ പരീക്ഷയുള്ളവർ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ നോക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതയായത് ആര്? ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതയായത് ആര്? വിദ്യാ ബാലൻ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, വിദ്യാ ബാലൻ. ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? വിദ്യാ ബാലൻ. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായിട്ട് ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ ഏത്? സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായിട്ട് ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ നെല്ലിക്ക. റേഡിയോ നെല്ലിക്ക. ഓപ്ഷൻ ബി. ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? പാരസൈറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, പാരസൈറ്റ്. 2025 ബ്രിക്സ് ഉച്ചകോടിയിൽ ബ്രിക്സിൽ ഔദ്യോഗികമായിട്ട് അംഗത്വം നേടിയ പുതിയ രാജ്യം. 2025 ബ്രിക്സ് ഉച്ചകോടിയിൽ ബ്രിക്സിൽ ഔദ്യോഗികമായിട്ട് അംഗത്വം നേടിയ പുതിയ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ ആണ്. ഓപ്ഷൻ ഡി, ഇന്തോനേഷ്യ. 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദി. 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദി തുർക്കിയാണ്. തുർക്കിയില് അങ്കാറ. ഇപ്പൊ 2026 നാറ്റോ ഉച്ചകോടി നടക്കുന്ന അങ്കാറ ഏത് രാജ്യത്തിലെ എന്ന് ചോദിക്കും. ഏതാണ്? തുർക്കിയാണ്. തുർക്കി. ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആര്? ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആര്? ദിവ്യ ദേശ്മുഖ് ആണ്. ദിവ്യ ദേശ്മുഖ്. ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏത്? സല്ലാപം. പദ്ധതിയുടെ പേരെന്താണ്? സല്ലാപം. 2025 ഹോൾബർഗ് പുരസ്കാര ജേതാവ് ആര്? 2025 ഹോൾബർഗ് പുരസ്കാര ജേതാവ് ഗായത്രി ചക്രവർത്തി സ്പിവാക്. ഗായത്രി ചക്രവർത്തി സ്പിവാക്. 2025 ഹോൾബർഗ് പുരസ്കാര ജേതാവ് ഗായത്രി ചക്രവർത്തി സ്പിവാക്. ഒഡീഷയിലെ ഏത് സംരക്ഷിത പ്രദേശമാണ് ഇന്ത്യയിലെ 107ാമത് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്? ഒഡീഷയിലെ ഏത് സംരക്ഷിത പ്രദേശമാണ് ഇന്ത്യയിലെ എത്രാമത്തെയാണ് 107ാമത്തെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്? സിംലിപാൽ ആണ്. സിംലിപാൽ. സിംലിപാൽ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഒഡീഷയിലാണ്. എത്രാമത്തെ ദേശീയോദ്യാനമാണ്? 107ാമത്തെ ദേശീയോദ്യാനമാണ്. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം ദേശീയോദ്യാനമാണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത മനു ഭാക്കർ ആണ്. മനു ഭാക്കർ. ഇന്ത്യയിലെ മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതെല്ലാമാണ്? മികച്ച ദേശീയോദ്യാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതെല്ലാമാണ്? 2 ദേശീയോദ്യാനങ്ങളാണ് മികച്ചതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇരവികുളം ദേശീയോദ്യാനവും ജമ്മു കാശ്മീരിലെ ഡച്ചിങ്കാൻ ദേശീയോദ്യാനവുമാണ് മികച്ച ദേശീയോദ്യാനങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ കേരളത്തിലെ ഇരവികുളം ദേശീയോദ്യാനം അതുപോലെ ജമ്മു കാശ്മീരിലെ ഡച്ചിങ്കാൻ ദേശീയോദ്യാനവുമാണ് മികച്ച ദേശീയോദ്യാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കുന്ന ആദ്യത്തെ ഗൾഫ് രാജ്യം ഏത്? വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കുന്ന ആദ്യത്തെ ഗൾഫ് രാജ്യം ഒമാനാണ്. ഒമാൻ.
യോഗ പോളിസി നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? യോഗ പോളിസി നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡ്. യോഗ പോളിസി നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 31 തവണയും എവറസ്റ്റ് കീഴടക്കി സ്വന്തം റെക്കോർഡ് തിരുത്തിയത് ആരാണ്? 31 തവണ കാമി റീത്ത ഷെർപ്പയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ളത് ആരാണ്? കാമി റീത്ത ഷെർപ്പയാണ്. എത്രയാണ്? 31 പ്രാവശ്യം. 2025 മെയ്യിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അമൃത് സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ഏവ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അമൃത് സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് ചിറയൻകീഴ്, വടകര എന്നീ റെയിൽവേ സ്റ്റേഷനുകൾ. ചിറയൻകീഴ്, വടകര. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച 2025 ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏത്? 2025 ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഒഡീഷയാണ്. ഒഡീഷ. 2025 ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുമുള്ള പദ്ധതി. ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുമുള്ള പദ്ധതി ഏതാണ്? ബന്ധു ക്ലിനിക് ആണ്. ഓപ്ഷൻ ബി, ബന്ധു ക്ലിനിക്. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് HDFC ബാങ്ക് ആണ്. ഓപ്ഷൻ സി, HDFC ബാങ്ക്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്കു കപ്പൽ ഏതാണ്? സെന്റ് ഫെർണാണ്ടോയാണ്. ഓപ്ഷൻ ഡി, സെന്റ് ഫെർണാണ്ടോ. കോളറയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഭാരത് ബയോടെക് വികസിപ്പിച്ച ഓറൽ വാക്സിൻ ഏതാണ്? കോളറയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഭാരത് ബയോടെക് വികസിപ്പിച്ച ഓറൽ വാക്സിൻ ആണ് ഹിൽകോൺ. വികസിപ്പിച്ചത് ഭാരത് ബയോടെക്. എന്തിനെ പ്രതിരോധിക്കാൻ? കോളറയെ പ്രതിരോധിക്കാൻ. ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകനെ സംരക്ഷിക്കാനായി രാജ്യത്തെ ആദ്യ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം ഏത്? ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകനെ സംരക്ഷിക്കാനായിട്ട് എവിടെയാണ്? ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ്. യാത്രക്കാരെ വഹിച്ചു പറന്ന ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിമാനം അലിയ CX-300. അലിയ CX-300. മെഡിക്കൽ കോളേജിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാക്കുന്ന വാടക വീടുകൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ആശ്വാസ്. മെഡിക്കൽ കോളേജിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാക്കുന്ന വാടക വീടുകളാണ് ആശ്വാസ്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. വിജയ കിഷോർ രഹത്കർ. കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യം ഏതാണ്? പ്രോബ 3 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പ്രോബ 3. കൃത്രിമമായിട്ട് സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് പ്രോബ 3. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ ആണ്. ഓപ്ഷൻ സി, മോഹൻലാൽ. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബ് E-Cube. ഓപ്ഷൻ ഡി, E-Cube. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായിട്ട് കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബാണ് E-Cube. കാലാവസ്ഥ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം ഏതാണ്? കുട്ടനാടാണ്. ഓപ്ഷൻ എ, കുട്ടനാട്. രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്ന തരത്തിൽ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്?
രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്ന തരത്തിൽ ആവിഷ്കരിച്ചത് NPS വാത്സല്യ. ഓപ്ഷൻ ബി NPS വാത്സല്യ. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യത്തെ ഏഷ്യക്കാരൻ ആരാണ്? അഭിലാഷ് ടോബിയാണ്. അഭിലാഷ് ടോബി. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം ഏത്? ഒഡീസിയസ് ആണ്. ഓപ്ഷൻ ഡി ഒഡീസിയസ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമാണ് ഒഡീസിയസ്. നിർമ്മിത ബുദ്ധി സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിൽ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി. നിർമ്മിത ബുദ്ധി സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിൽ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഭാരത് ജൻ. ഓപ്ഷൻ എ ഭാരത് ജൻ. അടുത്തിടെ ചൈന അവതരിപ്പിച്ച ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ ഏതാണ്? ചൈന അവതരിപ്പിച്ച ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ CR450. CR450 എന്ന ട്രെയിൻ, ബുള്ളറ്റ് ട്രെയിൻ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? ചൈനയാണ്. ചൈന. CR450. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഏതാണ്? 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഇന്ത്യ. 2025 ജനുവരിയിൽ അന്തരിച്ച കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാക്കിയ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തി ആര്? KS മണിലാൽ ആണ്. KS മണിലാൽ. ഓപ്ഷൻ ഡി KS മണിലാൽ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. P. സതീദേവി. കാലാവധി കഴിഞ്ഞതും ഉപയോഗിക്കാത്തതുമായ മരുന്നുകൾ മൂലമുള്ള പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് കേരളം ആരംഭിച്ച സംരംഭം ഏതാണ്? കാലാവധി കഴിഞ്ഞതും ഉപയോഗിക്കാത്തതുമായ മരുന്നുകൾ മൂലമുള്ള പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് കേരളം ആരംഭിച്ച സംരംഭമാണ് N-PROUD. പേര് N-PROUD. എന്താണ്? ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. N-PROUD. കേരളത്തിലെ ഏത് സർവകലാശാലയാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്? ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ സർവകലാശാല ഏത്? കുസാറ്റ് ആണ്. കുസാറ്റ്. കുസാറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ഏത്? മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണ്. മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ. വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്ത് രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്ത് രാജ്യത്തിന് സമർപ്പിച്ചത് എന്നും 2025 മെയ് 2-നാണ്. 2025 മെയ് 2. ഇന്ത്യയിലെ 58ാമത് ടൈഗർ റിസർവ് ഏതാണ്? ഇന്ത്യയിലെ 58ാമത് ടൈഗർ റിസർവ് ഏതാണ്? മാധവ് നാഷണൽ പാർക്കാണ്. മാധവ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ 58ാമത് ടൈഗർ റിസർവ്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്ന് കമന്റ് ചെയ്യുക. മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കമന്റ് ചെയ്യുക. അറിവിന്റെയും ഗവേഷണത്തിന്റെയും മേഖലയിലെ സംഭാവനകൾക്കുള്ള ആദ്യത്തെ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ HV ഈശ്വർ ആണ്. ഓപ്ഷൻ സി ഡോക്ടർ HV ഈശ്വർ. പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത്. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ലോകത്തിൽ ആദ്യമായി മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം ഏതാണ്? മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം ഫിൻലാൻഡ് ആണ്. ഫിൻലാൻഡ്.
മരണവംശം എന്ന നോവലിന്റെ രചയിതാവ്. മരണവംശം എന്ന നോവലിന്റെ രചയിതാവ് ആര്? PV ഷാജി കുമാർ. PV ഷാജി കുമാർ. നോവലിന്റെ പേര് മരണവംശം. ഭൗമസൂചിക പദവിയിൽ ഇടം നേടിയ കേരളത്തിലെ ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നം. ഭൗമസൂചിക പദവിയിൽ ഇടം നേടിയ കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ. ഓപ്ഷൻ സി കണ്ണാടിപ്പായ. മെഴുക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായിട്ട് വിക്ഷേപിച്ച രാജ്യം ഏതാണ്? മെഴുക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായിട്ട് വിക്ഷേപിച്ചത് ജർമ്മനിയാണ്. ഓപ്ഷൻ ഡി ജർമ്മനി. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിലെത്തിയ ആദ്യ വ്യക്തി ആരാണ്? പോയിന്റ് നെമോയിലെത്തിയ ആദ്യത്തെ വ്യക്തി ക്രിസ് ബ്രൗൺ ആണ്. ക്രിസ് ബ്രൗൺ ഏത് രാജ്യക്കാരനാണ്? ബ്രിട്ടൻകാരനാണ് ക്രിസ് ബ്രൗൺ. അവസാനത്തെ ചോദ്യം, 2035 ഇന്ത്യ സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന ബഹിരാകാശ നിലയത്തിന്റെ പേര്. ഇന്ത്യ സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന ബഹിരാകാശ നിലയത്തിന്റെ പേര് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ഈ 50 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമന്റ് ചെയ്യുക. ഈ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 42 മാർക്കാണ്. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.